സങ്കീർത്തനങ്ങൾ 113, സാംസ് 113. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ? അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. അടുത്തൊരു വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ വീട്ടിൽ മച്ച അവളുടെ മക്കളുടെ മാതാവായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി നാം കർത്താവിനെ എല്ലാവർക്കും ഇരിക്കാം. നല്ല രാവിലെ സമയത്തിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ജെയിംസ് പാസ്റ്റർ, അതോടൊപ്പം നമ്മുടെ സൈമൺ പാസ്റ്ററും ആൻറ്റിയൊക്കെ കുടുംബമായിട്ട് ഈ രാവിലെ വളരെ നാളിന് ശേഷം നമ്മളോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കുന്നത് അവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 113 തുടങ്ങുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്, ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. ആരാധനയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അധികമായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വർഷിപ്പ് ഡിസൈഡ്സ് അവർ ഫെയ്റ്റ്. നമ്മൾ ആരെ ആരാധിക്കും എന്നുള്ളത് അപേക്ഷിച്ചിരിക്കും നമ്മൾ എവിടെ ചെന്നെത്തുമെന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ മുദ്രമേലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. മൃഗത്തെയും അവൻ്റെ സംഖ്യയെയും അതിനൊക്കെ പ്രതിമയൊക്കെ ആരാധിക്കുന്നവർ നരകത്തിൽ പോകും. ദൈവത്തെ ആരാധിക്കുന്നവർ നിത്യതയിൽ എത്തിച്ചേരുവാനിടയാകും. ഈ രാവിലെ കാലം നമ്മളതിനു വേണ്ടി ഉത്സാഹിക്കുമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും. ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞല്ലോ, ആരാധനയോടുകൂടി ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഇന്ന് സങ്കീർത്തനമൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുത്ത് വായിക്കണോ വേണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായി. നമുക്ക് കഠിനമായിട്ടുള്ള വാക്കുകളും ഒക്കെ വേണം, പക്ഷേ ഈ സങ്കീർത്തനങ്ങളൊക്കെ വളരെ ലളിതമാണ്, വായിച്ചാൽ ആർക്കും മനസ്സിലാകാം. പാസ്റ്റർ കുറേ ട്യൂസ്ഡേയും ഫ്രൈഡേയും എല്ലാം സങ്കീർത്തനങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം 27-ാം സങ്കീർത്തനമാണ് വായിച്ചത്. വായിച്ചു കഴിഞ്ഞ് ദൈവാത്മാവ് എന്നെ പെട്ടെന്ന് 25-ാം സങ്കീർത്തനത്തിലോട്ട് കൊണ്ടുപോകാനിടയായി. അന്നേരമാണ് നമ്മൾ ദാവീദിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. 25-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത്: എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. ഈ പകൽക്കാലം നമ്മൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണമെങ്കിൽ ഈ വാക്യം നമ്മളെ ബുദ്ധി ഉപദേശിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വീണ്ടും അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നത്: സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. സൗമ്യത എന്ന് പറയുന്നത് ചെറിയ വർത്തമാനം പറയുന്നതോ, എന്തോ ചോദിച്ചാലും പ്രൈസലോട് പറയുന്നതോ, അങ്ങനെയൊക്കെ ഒരു ഭവ്യത നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വേദപുസ്തകത്തിൻ്റെ സൗമ്യത എന്ന് പറയുന്നത്, ദൈവമുൻപാകെ സൗമ്യത എന്ന് പറയുന്നതൊന്നും ഈ ചെറിയ വർത്തമാനം പറയുന്നതും ഇതൊന്നുമല്ല. ദൈവത്തോട് പറ്റിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവാലോചനയ്ക്ക് ദൈവത്തെ അനുസരിക്കുവാനുള്ളൊരു മനസ്സിനെയാണ്. ഹൂ ഈസ് ദ മീക്കസ്റ്റ്? മോസസ് വാസ് ദ മീക്കസ്റ്റ്. നമ്മൾ മോശ കാണുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അടി കൊടുക്കുന്ന ആളാണ് മോശ. പക്ഷെ ദൈവം പറയുക, ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ മോശയാണ്. കാരണം മോശയ്ക്ക് തന്നെ സ്വതവേ ഒന്നും ചെയ്യുവാനോ പറയുവാനോ ഒന്നുമില്ല. യേശുവിനെ പറ്റി നമ്മൾ പറയുന്നത് ഞാൻ സ്വതവേ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഞാനൊന്നും സ്വതവേ പറഞ്ഞിട്ടില്ല, എൻ്റെ പിതാവ് പറയുന്നതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ പകൽക്കാലം ഈ ഒരു സൗമ്യത നമ്മളെ ഭരിക്കുമാറാകട്ടെ, നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ സങ്കീർത്തനത്തിലോട്ട് വരുമ്പോൾ സങ്കീർത്തനക്കാരനെല്ലാം സ്തുതിക്കുവാനേ വകയുള്ളൂ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഇടവിടാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം.
ദൈവസന്നിധിയിൽ തന്നെ നിൽക്കണം. അതിനാണ് ദൈവം അബ്രഹാമിനെയും മോശയൊക്കെ വിളിച്ചത്. അല്ലാതെ നമുക്ക് സൺഡേ മോർണിംഗ് പോയി അതല്ലേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി ദൈവസന്നിധി നിൽക്കാനല്ല. എപ്പോഴും നിരന്തരം ഇടപെടാതെ, ഇതൊക്കെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ വെച്ച് തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. Hell has no exit doors. No, even if I take our last breath, then there is no more redos or reviews or no more decisions we can make. So ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ജീവനോടിരിക്കുമ്പോൾ we should make a decision where we want to go, whom we want to go with. ദൈവാത്മാവ് അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ. നമ്മൾ പാടിയ പാട്ടെല്ലാം സർവശക്തനായ ദൈവത്തെയാണ്. No, human brain cannot comprehend or understand the Almighty God. സർവശക്തനായ ദൈവം എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ ഈ ദൈവത്തിൻ്റെ സർവശക്തിയോ ദൈവത്തെ പറ്റിയോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. ദൈവവചനം പറയുന്നത്, ദൈവം പറയുന്നത് അപ്പടി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ പകൽക്കാലം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. അങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുവാനിടയായത്, മോശയെ ദൈവം വിളിക്കുവാനിടയായത്. ഇവരൊന്നും പ്രത്യേക കഴിവുള്ള മനുഷ്യരൊന്നും ആയിരുന്നില്ല. പക്ഷെ ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് തന്നെ അനുസരിക്കുവാൻ അവരെല്ലാം ദൈവം പഠിപ്പിച്ച് ഒരുക്കിയെടുത്തായിട്ട് നാം കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ. ഈ സർവശക്തനായ ദൈവം ഇതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞ് നോക്കുന്നു. അവൻ സർവശക്തനായ ദൈവമാണെങ്കിലും ഈ പൊടിയിലും വെണ്ണീറിലും കഷ്ടത്തിലും ദുഃഖത്തിലുമൊക്കെ ആയിരിക്കുന്ന ജനത്തെ, പൊടിയായിരിക്കുന്ന മനുഷ്യനെ അവൻ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരവൻ്റെ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കും? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട ദൂതുകൾ ഇതാണ്. പലരും കേട്ടില്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അതൊക്കെ കേൾക്കുവാൻ ഇടയായിട്ടുള്ളൂ. കേട്ട ദൂതുകളെല്ലാം ഇതാണ്. ഈ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ആര് ചെവി കൊടുക്കും? അനുസരിക്കുവാൻ, സൗമ്യതയ്ക്ക് വേണ്ടി ആര് ഏൽപ്പിച്ചു കൊടുക്കും? ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു. നമുക്കറിയാം, വേദപുസ്തകം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 11 അധ്യായങ്ങൾ ലോക ചരിത്രം, ലോകമുണ്ടായത് മുതൽ ഉള്ള സംഭവങ്ങൾ 11 അധ്യായം കൊണ്ട് വേദപുസ്തകം നിർത്തിയിട്ട് ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത് അവൻ്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ. ഇപ്പോൾ കാലം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ദൈവം അങ്ങനെ വിളിച്ചൊരു മനുഷ്യൻ്റെ ചരിത്രമാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെന്ത് വായിച്ചാലും അതെല്ലാം അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതിക്കും വേണ്ടിയുള്ളതാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്തോനാ? വാഗ്ദത്തം കൊടുത്തൊരു സന്തതിക്ക് വേണ്ടിയാണ്. നമ്മൾ നോക്കുമ്പോൾ ആരായിരിക്കും അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതി? അബ്രഹാമിന് അനേക സന്തതിമാരുണ്ട്. 6 മക്കളെങ്കിലും ഉണ്ട്, അല്ലേ? 6 മക്കളുണ്ട് അബ്രഹാമിന്. പക്ഷെ അവരെ ഒന്നും ദൈവം സന്തതികളായിട്ട് കണക്കാക്കിയിട്ടില്ല. ഒരു മകൻ വാഗ്ദത്ത സന്തതി. നമ്മൾ കാണുന്നത് ഇസ്ഹാക്കായിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് ഇസ്ഹാക്കിനെ ജനിപ്പിച്ചിട്ട്, യാക്കോബിനെ ജനിപ്പിച്ചിട്ട്, ദാവീദിനെ ജനിപ്പിച്ചിട്ട്, യോസഫിനെ ജനിപ്പിച്ചിട്ട്, ദാവീദിനെ ജനിപ്പിച്ചിട്ട് യേശു ജനിക്കുവാൻ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. നമുക്ക് അത്രയും ദൂരം ഈ പകൽക്കാലം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളത് കാണണം. വാഗ്ദത്തത്തിന് ഒരു അവസരം ദൈവം ഒരുക്കി കൊടുത്തു. ഈ പകൽക്കാലം ഇത് വിശ്വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. He raises the poor from the dust and lift the needy from ash heap. ദൈവം സർവശക്തനും ഉന്നതനും ഒക്കെ ആണെങ്കിലും അവൻ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ വേദപുസ്തകം നോക്കുമ്പോൾ നമുക്കറിയാം, മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ, നദിക്ക് അക്കരെ ഇരിക്കുമ്പോൾ തന്നെ അബ്രഹാമിനെ ദൈവം കണ്ടു. തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വീണ്ടും നമ്മളിങ്ങോട്ട് കടന്നു വരുവാണെങ്കിൽ നമുക്കറിയാം, മോശ ഒരു വിക്കനായ മനുഷ്യനാണ്. യഥാർത്ഥത്തിൽ വിക്കനാണ്. വർത്തമാനമൊന്നും പറയാൻ ശരിക്കും കഴിവുള്ള മനുഷ്യനല്ല. അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷേ ദൈവത്തിന് മോശയെ തിരഞ്ഞെടുക്കുവാനാണ് പ്രസാദം തോന്നിയത്. മോശയുടെ കഴിവ് കണ്ടിട്ടൊന്നുമല്ല, പക്ഷേ ദൈവത്തിന് അവനോട് കരുണ തോന്നിയെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്.
വീണ്ടും നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇശായിക്ക് 7 മക്കളുണ്ട്, 8 മക്കളുണ്ട്. 7 പേരും 6 അടി നീളമുള്ളവരും മുഴുവൻ പട്ടാള ഓഫീസേഴ്സും എല്ലാം. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് പോയത് കാട്ടിൽ കടന്ന് സിംഹത്തോടും കരടിയോടും എല്ലാം യുദ്ധം ചെയ്യുന്ന ഒരു ദാവീദിൻ്റെ മേലാണ്. ദാവീദിനെ ശമൂവേലിനോട് പറയുന്നുണ്ട്, ഞാൻ അഭിഷേകം ചെയ്യുന്നതിന് മുൻപേ ഞാൻ അവനെ കണ്ടിരിക്കുന്നു. ഈ പകൽക്കാലം ഈ ദൈവത്തിൻ്റെ കണ്ണ് ഈ പകൽക്കാലം ഇവിടെയെല്ലാം മൂടാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം 16:9 വായിക്കുന്നത്, ദൈവം തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെ മൂടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ പകൽക്കാലം അവൻ്റെ കണ്ണിന് മുൻപിൽ ആരേൽപ്പിച്ച് കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ മുൻപാകെ അവശേഷിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അങ്ങനെ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. വീണ്ടും നമ്മളിങ്ങോട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം, യേശു കുരിശ് ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. രക്തം കൊണ്ട് ക്ഷീണിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ജനക്കൂട്ടം ആർത്ത് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആർത്തോണ്ട് പോകുമ്പം ആ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനെ കണ്ടില്ല. അതിന് പകരം വയലിൽ നിന്ന് വരുന്ന ശീമോനെ കണ്ടിട്ട് ക്രൂശ് ചുമപ്പാൻ അവനെ നിർബന്ധിപ്പാനിടയായി. പെട്ടകം ഇങ്ങനെ ദാവീദ് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടകം വെക്കാൻ എങ്ങും സ്ഥലമില്ല. പെട്ടെന്ന് ദൈവത്തിന് പെട്ടകം വെക്കാൻ മനസ്സ് തോന്നിയൊരു വീട് ഒബേദെദോമിൻ്റെ വീടാണ്. ഇതെല്ലാം നാം കാണുന്നത് ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനേക്കാളും പ്രഗത്ഭരും പ്രശസ്തരുമായി വിദ്യയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് താഴ്മയുള്ളവർക്ക് വേണ്ടി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പകൽക്കാലം. വീണ്ടും നമ്മളിങ്ങോട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ 12 ശിഷ്യന്മാരിൽ നിന്നൊരു ശിഷ്യനായ യൂദ മാറ്റപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 1:26 നമ്മൾ വായിക്കുന്നത്, ചീട്ട് മത്യാസിന് വീണു. മത്യാസിനെ നാം അതുവരെ എങ്ങും കാണുന്നില്ല. പക്ഷേ വേദോസ്തവ പണ്ഡിത ബുക്കുകളൊക്കെ പറയുന്നത് യേശുവിൻ്റെ പ്രവൃത്തിയുടെ ആരംഭം മുതൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പേരുകൾ അവിടെ എങ്ങുമില്ല. നമുക്കറിയാം, 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുക്കുമ്പോഴും മത്യാസ് അവിടെ എങ്ങും കൊട്ട ചുമക്കാനോ വിളമ്പാനോ ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ചീട്ട് വീണത് മത്യാസിന് വേണ്ടിയാണ്. ഈ പകൽക്കാലവും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങളുടെ റെസ്യൂമെ കണ്ടിട്ട് നല്ല റെസ്യൂമെയൊക്കെ തയ്യാറാക്കി അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ ഒരു ജോലി നമ്മൾക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം. നമ്മുടെ പ്രൊമോഷൻ ഒരു പക്ഷേ തടഞ്ഞു വെച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ അതിനെല്ലാം മറികടന്ന് ഇത്രയും നാൾ നഷ്ടപ്പെട്ട സമയങ്ങൾക്കെല്ലാം പകരം ചെയ്യുവാൻ ഈ സർവശക്തിയുള്ള ദൈവത്തിന് കഴിയും. ആരേൽപ്പിച്ചു കൊടുക്കും. അതുപോണക്ക് അടുത്ത വാക്യം പറയുന്നത്, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കും. ഈ ദൈവത്തിന് എന്തോ മച്ചിയായ സ്ത്രീയെ എടുത്ത് അമ്മയാക്കേണ്ട ആവശ്യം? എത്രയോ മക്കളുള്ള ആൾക്കാരുണ്ട്. 8, 10, 12 വർഷം തോറും പ്രസവിക്കുന്നവരൊക്കെ വേദോസത്തിലുണ്ട്. അവരെ ഒന്നും ദൈവത്തിന് തിരഞ്ഞെടുക്കണ്ടായോ? He settles the childless woman in her home as a happy mother of children. ദൈവത്തിന് നമ്മുടെ വേദപുസ്തകം പരിശോധിച്ചാൽ ഒരു ബാരൻ വുമൻസിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. നമുക്കറിയാം, സാറയുണ്ട്, റിബേക്കയുണ്ട്, ഹന്നയുണ്ട്, എലിസബത്ത് ഉണ്ട്. അതേ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമുണ്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇവിടെ ഒരു ലിസ്റ്റ് നമുക്കറിയാം. അവരെല്ലാവരും പിന്നീട് ദൈവത്തിന് വളരെ വിലയേറിയവരായി മാറിയതായിട്ട് നമുക്കറിയാം. അവരൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ ലോക പ്രശസ്തർ, ദൈവത്തിനും പ്രശസ്തരായിട്ടൊക്കെ മാറിയതായിട്ട് നമുക്കറിയാം. ഈ ദൈവത്തിന് പകൽക്കാലം ഒന്നും അസാധ്യമല്ല. ദൈവം ഒരു തിരഞ്ഞെടുപ്പ് ഈ പകൽക്കാലവും നമ്മുടെ മുൻപാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തോ ചെയ്യണം? എബ്രായരുടെ പുസ്തകം പറയുന്നത് 4:16 പറയുന്നത്, അതുകൊണ്ട് നാം കരുണ ലഭിക്കേണ്ടതിന്, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിനും നാം കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക മാത്രമല്ല, കൃപാസനത്തോടടുത്ത് നമ്മളെപ്പോഴും നിൽക്കണം. എപ്പോഴാണ് കൃപ നമ്മളെ മേൽ പകരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഈ ദൈവത്തിന് എപ്പോഴാണ് നമ്മളോട് മനസ്സലിയുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവരെ കാണുവാൻ ദൈവം ഈ പകൽക്കാലം ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, വേറെ ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ഒരു വസ്തി രാജ്ഞി ഒറ്റ നിമിഷം കൊണ്ട് മാറ്റപ്പെട്ട് എസ്തേർ രാജ്ഞിയായത് നമുക്കറിയാം. ഈ ഒരു ചരിത്രമാണ് നമ്മളെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുപോലെ പാപികളും ബലഹീനരുമായ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ യേശു വന്ന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. പകൽക്കാലം ഈ വിശ്വാസം നമ്മളെ ഭരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി
സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. വീണ്ടും സങ്കീർത്തനക്കാരൻ ആരാധനയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കാലം ഈ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുവാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ ഇടതടവില്ലാതെ നിത്യം അങ്ങനെ പാർക്കുവാനാണ് ദൈവം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന്. ഈ പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മളെല്ലാം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു.